തള്ളല്ല കേട്ടോട്ടോ, തള്ളല്ല ഇത് കേട്ടോളി. എന്താണ്, നാട്ടിൽ നിന്ന് ജോലിക്ക് UAE ഭാഗത്തേക്ക് വരുന്ന ആൾക്കാർ ആരെങ്കിലും നിങ്ങളോട് പറയാണ് ഒരു ട്രാവൽസ് 1,00,000 രൂപ വേണം വിസക്ക്, അതല്ലെങ്കിൽ നല്ലൊരു ജോലിയുണ്ട് പെട്ടെന്ന് കയറണം, 3 ദിവസം കൊണ്ട് നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ട് ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളെ പണി പോയി, നിങ്ങൾ ബേജാറായോ? അലാക്കിൻ്റെ ബേജാറാവും. പണ്ടം മേടിച്ചിട്ട് നിങ്ങൾ അല്ലെങ്കിൽ ആധാരം വെച്ച് അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ പണം വെച്ചിട്ട് ഈ പണി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പാഞ്ഞ് ട്രാവൽസ് കൊണ്ടുപോയി കൊടുക്കും. അവിടെ കൊടുത്തു കഴിഞ്ഞിട്ടോ അവർ വേഗം ഒരു വിസിറ്റിംഗ് എടുത്തു തരും. എല്ലാം ഫാസ്റ്റ് ആയിരിക്കും, വിസ കിട്ടും, ടിക്കറ്റ് കിട്ടും, ഇവിടേക്ക് കെട്ടിപ്പോകും. 3 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കയറി പോരാൻ പറ്റും. പക്ഷെ ഇവിടെ വന്നിറങ്ങിയാലോ ഈ പറയുന്ന കമ്പനി ഉണ്ടാവില്ല, ഈ പറഞ്ഞ ജോലി ഉണ്ടാവില്ല. നല്ല ട്രാവൽസുകാരിൽ നല്ല ഏജൻസിമാരുണ്ട്, അവരെ കാര്യങ്ങളല്ല ഈ പറയട്ടോ. നിങ്ങൾ ആരെങ്കിലും നിങ്ങളോട് പറയാണ് ഇന്ന കമ്പനിയിൽ കാണും, ഏതാ കമ്പനി നിങ്ങൾ ചോദിക്കുക അവരോട്, ഇന്ന കമ്പനി, ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒന്നും ഇങ്ങോട്ട് വിടുമോ? ഡീറ്റെയിൽസ് ഉണ്ട് വിട്ടെ. ഡീറ്റെയിൽസ് വിട്ടിട്ട് നിങ്ങൾ ഇവിടെ ചെക്ക് ചെയ്താലോ, ഓൺലൈനിൽ നിങ്ങൾ ചെക്ക് ചെയ്താലോ ആ കമ്പനി അവിടെ ഉണ്ടാവും. എന്നാൽ കമ്പനിയുടെ ആൾക്കാർ അറിയോ? അതറിയുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഏതാണ് ജെന്യൂൻ കേസുകൾ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കാലഘട്ടമായിരിക്കുകയാണ്. പറ്റിക്കുന്ന ആൾക്കാരോട് നിങ്ങൾ പറ്റിച്ച് ചെയ്തു തിന്നോളി, തിന്നണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പണ്ടം പണയം വെച്ചിട്ട് ഓരോ പ്രയാസങ്ങളും, കുടുംബത്തിലെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ പണ്ടം പണയം വെച്ചെടുക്കാണ്ടാവും, ചിലപ്പോൾ മക്കളെ കെട്ടിക്കാണ്ടാവും, ചിലപ്പോൾ ഏട്ടത്തികളെ കെട്ടിക്കാണ്ടാവും, അഞ്ചത്തികളെ കെട്ടിക്കാണ്ടാവും, അല്ലെങ്കിൽ കൂട്ടുകുടുംബത്തിനെ കെട്ടിക്കേണ്ടി വരും, ചിലപ്പോൾ മക്കളെ കെട്ടിക്കേണ്ടി വരും. അങ്ങനെ പല പ്രയാസം കൊണ്ടൊക്കെ ആൾക്കാർ കയറി വരുന്നുണ്ട്. നിങ്ങൾ പറ്റിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്, ആ ചോറ് നിങ്ങളെ പള്ളയിലും കൂലട്ടോ, ആ സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റൂ. ഇന്നൊരു വ്യക്തി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ വാക്കുണ്ട്, എന്താ അറിയോ, അന്തരോജി എങ്ങനെയും ഒരു കാശൊന്ന് പിരിച്ചു തരുവിടാന്ന് വെച്ച്. അപ്പോൾ എന്താണ്, ഞാൻ ഓൻ്റെ നമ്പർ ചോദിച്ച പാട് ഓനക്ക് ആകെ ഒരു വാട്സപ്പ് നമ്പറേ ഉള്ളൂ, ഇതിൽ എപ്പോഴേലും മെസ്സേജ് വിട്ടാൽ കേൾക്കും, ആരാണെന്നോ എന്താണെന്നോ ഒരു ഡീറ്റെയിൽസും ഇല്ല. ആ നമ്പറിൽ വിളിച്ചാൽ കോളും പോകുന്നില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഇവിടെ വരുമ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് കയറി പോരുമ്പോൾ പൈസ കൊടുക്കുന്നതിൻ്റെ മുന്നേ ആ കമ്പനി ഉള്ളതാണോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം. ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആ കമ്പനിയിൽ ഇപ്പോൾ ആരെങ്കിലും നിങ്ങൾ ബന്ധപ്പെട്ട ആൾക്കാരുണ്ടാവും. നിങ്ങൾ ഒരു കാര്യം പറയേണ്ടത് നിങ്ങളുടെ നാട്ടുകാരോടോ അല്ലെങ്കിൽ നിങ്ങൾ അയൽവാസികളായിരിക്കുന്ന ആരെങ്കിലും ആ ഭാഗത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഡീറ്റെയിൽസ് വിട്ടുകൊടുക്കാതെ നിങ്ങൾ കയറി പോകരുത്. എൻ്റെ കൽബുകളെ, ജോലിയുടെ വീഡിയോ പറയാൻ ഒരുപാട് ജോലിയുടെ വീഡിയോ പറയാനുള്ള ചാൻസുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്താ പറയുക, പറയാൻ പേടിയൊക്കെയാണ്. എൻ്റെ മാണിക്കക്കല്ലുകൾ എൻ്റെ ഒരു വോയിസിലൂടെ അല്ലെങ്കിൽ എൻ്റെ ഒരു വാക്കിലൂടെ കുടുങ്ങുമെന്നുള്ള പേടിയാണ്. ദിവസം 5 ജോലികൾ, ചിലപ്പോൾ 10 ജോലികളായിട്ടൊക്കെ വരുന്നുണ്ട്. ഏതാ ജെന്യൂൻ കേസുകളൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ ജോബിൻ്റെ വേക്കൻസികൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫായ്ദല്ല. പക്ഷെ ഞാൻ പറയുന്ന ആൾക്കാർക്ക് ഉപകാരമാണെന്നുണ്ടെങ്കിൽ വിസയുടെ പൈസ മേടിക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു കട്ടിങ് പിന്നെ പാടില്ല. പിന്നെ പറ്റുമെങ്കിൽ ലീവ് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ, അതായത് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ജോലി അല്ല ഒരു ലീവ് കൊടുക്കുകയാണെങ്കിലും പറ്റുന്ന സ്ഥാപനമാണെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തു തരാമെന്ന്. സാലറി പെൻഡിങ് പാടില്ല. അതുപോലെ തന്നെ നമ്മളെ പ്രിയപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ നിന്ന് വിസക്ക് പൈസ കൊടുക്കാനുമില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് എന്താ പണിയുടെ വീഡിയോസുകൾ ഉണ്ട് കൽബുകളെ, പക്ഷെ നമ്മളെ പ്രിയപ്പെട്ടവരെ പറ്റിക്കുമ്പോൾ ഞാൻ ആ വീഡിയോ ആണ് ചെയ്യാതിരിക്കുകയാണ്. എങ്ങനെയുണ്ട്, തള്ളല്ലേ കേട്ടോളെ ഇൻഷാ അല്ലാ. അപ്പം ഇനി നിങ്ങൾ വിസക്ക് കയറി പോരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പെട്ടെന്ന് 2-3 ദിവസം കൊണ്ട് ജോലി റെഡി ആയിക്കൊണ്ട് വേഗം കയറിക്കോളി. ഇന്ന കമ്പനിക്കാണ് മാസം 5,000 ഉണ്ട്, 15,000 ദിർഹംസ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് ആലോചിക്കുക. പാഞ്ഞിവിടെ കയറിയിട്ട് ഏതെങ്കിലും 6 ആൾ 8 ആൾ 10 ആൾ കിടക്കുന്ന റൂമിൻ്റെ ഉള്ളിൽ ഒരു ബെഡ് പ്രൈസിനും കടത്തിയിട്ട് ഒരു മാസം തിന്നാൻ തന്നിട്ട് പണി ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് നാട്ടിലേക്ക് കയറി പോകേണ്ട സ്ഥിതിയാവും. അപ്പം നല്ലോണം ആലോചിച്ചിട്ട് കയറി വരിക. ഇത് തള്ളല്ല കേട്ടോളി. എല്ലാവരോടും സ്നേഹം മാത്രം.